നിരഞ്ജനയും വായിൽ നിന്ന് വന്ന വിവരക്കേടും പിന്നെ പൊതുസമൂഹം എന്തോ ചെയ്യിച്ച രീതിയിലൊരു മാപ്പ് പറഞ്ഞു. ഹായ് ഹലോ നമസ്കാരം, ഞാൻ അനിൽ ചന്തോച്ചിറ. 1-2 ദിവസങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറി നിൽക്കുന്ന വിഷയമാണ് അഞ്ജലിയും നിരഞ്ജനും. ഇന്നലെ നിരഞ്ജനയുടെ ഒരു മാപ്പ് പറച്ചിലൂടെ വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അതിന് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നിരഞ്ജനയുടെ ഒരു റിയാക്ട് എന്ന് പറയുന്നത്, നമ്മൾ പൊതുസമൂഹം ഇവരെ കൊണ്ട് എന്തോ അപരാധം ചെയ്യിച്ചിട്ട് അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച പോലെയാണ് അവരുടെ ഒരു മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ. കാരണം അവർ മാപ്പ് പറച്ചിലല്ല, ആർക്കോ വേണ്ടി ഒന്ന് മാപ്പ് പറഞ്ഞു. അതുപോലെ തന്നെ ഇവരുടെ കുണ്ടിക്ക് മെഹന്തി ഇടണമെങ്കിൽ ഇടാൻ തയ്യാറായ ഒരുപാട് പെൺകുട്ടികൾ മെസ്സേജും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എന്തായാലും ഇവളുടെ കുണ്ടിക്ക് വല്ല ചൊറി വന്ന പാട് വല്ലതും കാണും, അത് മാറ്റാനൊക്കെ ആയിരിക്കും മെഹന്തി ഒക്കെ അടിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഇവൾക്ക് കുണ്ടി വീക്ക്നെസ് ഉള്ള കൂട്ടത്തിലാണെന്ന് ഒരു മഞ്ജന എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ അറിയുന്നവർ കഴിയുന്നതും ഇവരുടെ മുന്നിൽ പോയി പെടാതിരിക്കുക. ഇവരുടെ മെയിൻ ഐറ്റം കുണ്ടിയാണ്. നിങ്ങളുടെ കുണ്ടി അവൾ നോട്ട. മഞ്ജനയുടെ കുണ്ടിയുമായി ബന്ധപ്പെട്ട് 1-2 വീഡിയോ കണ്ടു നോക്കില്ല, പിന്നെ മാപ്പ് കുറച്ചു. അല്ല, വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം, കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോ ഫ്രൈ ആയി പോകും. അല്ല ചേച്ചി, എല്ലായിടത്തും ഇടുവോ മെഹന്തി? അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ, കുണ്ടിയിലിട്ട് തരുമോ? കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. ഹലോ നമസ്കാരം, ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിന് ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. രഞ്ജന എന്ന പെൺകുട്ടി ക്ഷമ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ നിർബന്ധിച്ച് ക്ഷമ പറയിപ്പിച്ച പോലെയാണ്. പക്ഷെ അഞ്ജലി പറഞ്ഞത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വീഡിയോയ്ക്ക് ആദ്യം റിയാക്ട് ചെയ്യാഞ്ഞത്. തെറ്റ് സംഭവിച്ചു, ഇനി തെറ്റ് തിരുത്തും എന്നും പറഞ്ഞിട്ട്. തെറ്റ് പറ്റാത്ത മനുഷ്യരുമില്ല. ഈ ഫ്രാങ്ക് വീഡിയോ ചെയ്യുന്നവരെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല, കാരണം ഞാൻ അങ്ങനത്തെ വീഡിയോസ് കാണാറില്ല. നമ്മൾ തമാശകൾ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് ഒരാളുടെ അന്നം മുടക്കിയുള്ള തമാശകൾ, അവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള തമാശകൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടെ. അല്ലാത്ത ഈ മാപ്പ് പറച്ചിൽ എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഇതിനെ ഒന്ന് റിയാക്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങൾ കൂടെ പറയുക. ഓക്കെ, ബൈ ബൈ.